ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് ആരാടി ഐ ലവ് യു എന്ന് പറഞ്ഞു? ഇന്നത്തോടെ അവന്റെ സൂക്കേട് ഞാൻ മാറ്റും. നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവനൊന്ന് അറിഞ്ഞോട്ടെ. ഞാൻ ആളിനെ കാണിച്ചു തരാം, പക്ഷേ ഏട്ടൻ വഴക്കിനൊന്നും പോവരുത്. നിന്നോട് ആളെ കാണിക്കാനാ പറഞ്ഞ? മരുന്ന് കഴിക്കപ്പോ അപ്പുന്റെ വയ്യായിക മാറണ്ടേ? മരുന്ന് കഴിച്ചില്ലെങ്കിൽ അസുഖം മാറുമോ? എനിക്ക് മരുന്ന് വേണ്ട. അതെന്താ മരുന്ന് കഴിക്കാത്തെ? വേണ്ട. പനി മാറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. പാർവതി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. പാർവതിക്ക് ഇവിടെ തന്നെ പീഡിയാട്രിക് ഡ്രസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് റെഡി ആയിട്ടുണ്ട്. മാനേജ്മെന്റ് തീരുമാനം എടുത്തതായി പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. ഒഫീഷ്യലി അത് ഉടനെ തന്നെ പാർവതി അറിയിക്കും. എന്തു പറ്റി? എനിക്ക് അതിന് കഴിയുമെന്ന് അറിയില്ല. വൈ? അച്ഛൻ ഉടനെ നാട്ടിലേക്ക് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ? റാണി, നീ ഏട്ടനെ ഒന്ന് വിളിച്ചേ. വിളിക്കണ്ട, ഏട്ടനെത്തി. വേഗം വന്നു ഇരിക്കേട്ടാ. മനുഷ്യന് വിശന്നിട്ട് വയറ് കത്തുന്നു. വിശക്കുന്നുണ്ടായിരുന്നു, മൂക്ക് കഴിച്ചുകൂടായിരുന്നോ? ഏയ് സാരല്ല ഏട്ടാ. എന്റെ ഏട്ടാ ഓൾറെഡി 4 ഇഡലി അകത്താക്കിയിട്ട് കക്ഷി ഇരിക്കുന്നത്. ആണോ? ചുമ്മാ പറയേട്ടാ, ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ. ആദ്യ ഇഡലി തട്ടെടുത്തപ്പോ 2, പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ വീണ്ടും 2, ടോട്ടൽ 4 എണ്ണം. സാരമില്ല, അവള് കഴിക്കട്ടെ. കഴിക്കട്ടെ. അവസാനം തടി കൂടിയെന്ന് മാത്രം പറയരുത്. ഞാൻ തടി കൂടുന്നൊന്നുമില്ല, കൊറയ. അത് സാരമില്ലെന്നേ. കുറച്ച് തടിയുള്ളവർക്കേ മനസ്സ് നല്ലതാന്നാ പറയപ്പെടുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. രത്നേച്ചി, ഇങ്ങോട്ട് 2 ഇഡ്ലിട്ടെ. എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ആ കുഞ്ഞിക്കൂടെ ഇട്ട് കൊടുക്ക. വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഏട്ടൻ മാരിത്തരാ. വേണ്ട ഏട്ടാ. വാ തുറന്ന്. ഒരെണ്ണം കൂടെ തട്ടെ. വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ആർക്കുമില്ല? തരാലോ, എല്ലാവർക്കും തരാലോ. എനിക്കും. നിനക്ക് വേണോടി? ഉറപ്പണോ? ഏട്ടാ റാണി വാ, നീ റെഡി വാ. ആ സാമ്പാർ നടത്തേരോ? സാമ്പാർ കൊടുക്കും. മോളെ, അച്ഛൻ കഴിച്ചോ? ഇല്ല ഏട്ടാ, അച്ഛന് വീട്ടിൽ വരുന്നതിനും കഴിക്കുന്നതിനൊന്നും കൃത്യസമയമില്ലല്ലോ. ഏട്ടൻ കഴിക്കും. അമ്മേ ദേവി, എന്റെ അനിയത്തിമാർക്ക് ഒരാപത്തും വരാതെ കാത്തോട്ടെ. ഇപ്പോഴും അവർക്ക് കൂട്ടായി കൂടെ ഉണ്ടാവണേ. അവരാഗ്രഹിക്കുന്ന നിലയിലെത്താൻ ദേവി അവരെ അനുഗ്രഹിക്കണേ. ഏട്ടാ, ഇന്ന് മമ്മൂക്കയുടെ പടം റിലീസ് അല്ലേ, കാണാൻ പോണ്ടേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സിനിമ കാര്യം പറയുന്നത്.
മമ്മൂക്കയുടെ പടത്തിന്റെ കാര്യമായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നിന്റെ ചെവി ഞാൻ പൊന്നാക്കിയാൽ. നോക്കിയോണ്ടിരിക്കാതെ സ്കൂളിൽ പൊടി. ഈ കുഞ്ഞി പ്രാർത്ഥിച്ചിട്ട് ഓടി. ടാറ്റാ. പോയിട്ട് വരാട്ടാ. ബൈ. അമ്മേ ദേവി. അയ്യോ, കരുതൽ വയ്ക്കാൻ മറന്നുപോയി. രത്നമോള് പഠിച്ച് ടീച്ചറൊക്കെ ആയെങ്കിലും അവളുടെ കല്യാണത്തിന് നല്ല കാശ് ചെലവ് വേണ്ടി വരും. ആ രീതിയിലല്ലേ സ്വർണത്തിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കരുതലായിട്ട് ഇതിവിടെ കിടക്കട്ടെ. രശ്മിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ? അതിന് ദമ്പടി ചെറുതൊന്നും പോരാ. അതിനാണ് ഈ കരുതൽ. വരവും ചെലവും നോക്കി ഒരല്ലലും ഇല്ലാതെ കാര്യങ്ങൾ നോക്കാൻ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവളാ എന്റെ റാണിമോള്. അപ്പൊ അവള് ഭാവിയില് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത്. അതിനാണ് ഏട്ടന്റെ ഈ കുഞ്ഞു സമ്പാദ്യം. എന്റെ കുഞ്ഞിക്ക് ഇനി അങ്ങോട്ട് പഠിക്കുന്നതിന് ഒരുപാട് കാശ് ചെലവ് വരും. അതുകൊണ്ട് ഇത് കുഞ്ഞിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇതും കൂടെ എന്റെ ടീച്ചർ കൂട്ടിക്ക് ഇരിക്കട്ടെ. ഇറങ്ങേട്ടാ. ഇറങ്ങാം മോളെ. അയ്യോ ചേച്ചി, ചോറ്. ഇറങ്ങട്ടെ മോളെ. ശരി ഏട്ടാ. ശരി. ശരി ചേച്ചി. ഡേയ്, ഇത് പിടിച്ചോ. രത്നേ, നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു ഞാൻ. എന്താ ഏട്ടാ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. അല്ല, അത് പിന്നെ നീ പറയണ്ട. നമ്മൾ സ്കൂളിലോട്ടാണല്ലോ പോകുന്നത്. ഞാൻ കണ്ടുപിടിച്ചോളാം. ശരിയാക്കി തരാം. നീ ഒന്നേ. നിന്നോട് ആരാടി ഐ ലവ് യു എന്ന് പറഞ്ഞു? ഇന്നത്തോടെ അവന്റെ സൂക്കേട് ഞാൻ മാറ്റും. നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവനൊന്ന് അറിഞ്ഞോട്ടെ. ഞാൻ ആളിനെ കാണിച്ചു തരാം. പക്ഷേ ഏട്ടൻ വഴക്കിനൊന്നും പോവരുത്. നിന്നോട് ആളെ കാണിക്കാനാ പറഞ്ഞ? ഏട്ടാ, നീ എന്തിനാടാ എന്റെ അനിയത്തിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? എന്താണ് നീ മിണ്ടാ നിൽക്കുന്നത്? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇനി മേലാൽ എന്റെ അനിയത്തിയോട് മോശമായിട്ട് സംസാരിച്ചാ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. മോനെ ചക്കരക്കുട്ട, മോൻ മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് ദൈവത്തിന്റെ സ്ഥാനമാ. അവരോട് പ്രേമമാണ്, ഐ ലവ് യു അങ്ങനൊന്നും പറയാൻ പാടില്ല. ചീത്ത കുട്ടികളാ അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. ശരി, മോൻ നല്ല കുട്ടിയായിട്ട് പോയിരുന്നു പഠിച്ചോ.
ചെല്ല്. ഉം.